മലയാള പരീക്ഷയിൽ ഉറപ്പായൊരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. അത് പദ്യഭാഗത്തു നിന്നോ ഗദ്യഭാഗത്തു നിന്നുള്ള കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നത്. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണെന്ന് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം. ലേൺ മലയാളം വിത്ത് മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലായി പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രഭാഷണം, മുഖപ്രസംഗം, താരതമ്യക്കുറിപ്പ്, നിരീക്ഷണക്കുറിപ്പ്, വിശകലനക്കുറിപ്പ് എല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എങ്ങനെയാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ കൃതിയുടെ പേര്, എഴുത്തുകാരൻ, കഥാപാത്രത്തിൻ്റെ പങ്ക് എന്നിവ വ്യക്തമാക്കുക. രണ്ടാമതായി സ്വഭാവം, ശാന്തനാണോ, ധീരനാണോ, സ്നേഹനിധിയാണോ, അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുക. മൂന്നാമതായി സംഭാഷണം, അതായത് സ്വഭാവം വ്യക്തമാക്കുന്ന പ്രധാന വരികൾ ചേർക്കുക. ഇവിടെയാണ് പാഠഭാഗം വായിക്കേണ്ടതിൻ്റെ പ്രസക്തി. എന്നാൽ മാത്രമേ ആ കഥാപാത്രം എന്ത് പറഞ്ഞു, അയാളുടെ പ്രകടനം എന്തായിരുന്നു നമുക്ക് അറിയണമെങ്കിൽ പാഠഭാഗം വായിച്ചിട്ടുണ്ടാവണം. വായിക്കുമല്ലോ. ബന്ധങ്ങൾ, മറ്റ് കഥാപാത്രങ്ങളോടുള്ള പെരുമാറ്റം, അതെന്താണെന്ന് വിവരിക്കുക. മാറ്റങ്ങൾ, കഥയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ കഥാപാത്രത്തിന് വന്ന മാറ്റങ്ങൾ. വായനക്കാരൻ്റെ കാഴ്ചപ്പാടിൽ ആ കഥാപാത്രത്തോടുള്ള മനോഭാവമാണ് കൺക്ലൂഷനായിട്ട്, ഉപസംഹാരമായിട്ട് നമ്മളൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്ന രീതിയിൽ അത് വിശദീകരിക്കാൻ. വിശദമായി പറഞ്ഞാൽ എങ്ങനെയാണ്? ആമുഖമായി കൊടുക്കേണ്ടത് കഥാപാത്രം ഏത് കൃതിയിലേതാണ്, അത് രചിച്ചതാരാണെന്ന് സൂചിപ്പിക്കുക. കഥയിലെ കഥാപാത്രത്തിനുള്ള സ്ഥാനം, അതായത് പ്രധാന കഥാപാത്രമാണോ ഉപകഥാപാത്രമാണോ എന്ന് വ്യക്തമാക്കുക. ഇനി ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ, കഥാപാത്രത്തിന്റെ ബാഹ്യരൂപത്തേക്കാൾ അവരുടെ സ്വഭാവ ഗുണങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ സ്നേഹനിധിയാണോ, ധീരനാണോ, നിസ്സഹായനാണോ, ക്രൂരനാണോ എന്നിങ്ങനെ. ഇനി സാഹചര്യങ്ങളും പെരുമാറ്റവും, കഥയിലെ പ്രധാന സംഭവങ്ങളിൽ കഥാപാത്രം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് വിശകലനം ചെയ്യുക. അതായത് കഥാപാത്രത്തിന്റെ മാറ്റങ്ങൾ, എന്തെങ്കിലും ഹൃദയ പരിവർത്തനം വന്നിട്ടുണ്ടോ എങ്കിൽ അതുകൂടി സൂചിപ്പിക്കുക. മാനസികമായ പരിവർത്തനമാണ് അവിടെ ഉദ്ദേശിച്ചത്. മറ്റ് കഥാപാത്രങ്ങളുമായുള്ള ബന്ധം എങ്ങനെയാണ്, മറ്റ് കഥാപാത്രങ്ങളുടെ കഥാപാത്രം എങ്ങനെ പെരുമാറുന്നു എന്നത് അവരുടെ സ്വഭാവം വ്യക്തമാക്കാൻ സഹായിക്കും. ഇനി സംഭാഷണങ്ങൾ, കഥാപാത്രത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന പ്രധാന സംഭാഷണങ്ങൾ ഉദ്ധരണികളായി നൽകുന്നത് കുറിപ്പിന് കൂടുതൽ മൂല്യം നൽകും. ഇനി ലക്ഷ്യം അല്ലെങ്കിൽ നിലപാട്, ആ കഥാപാത്രത്തിലൂടെ എഴുത്തുകാരൻ നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് വിശദീകരിക്കുക. ആ കഥാപാത്രം വായനക്കാരിൽ, അതായത് നിങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം എന്താണെന്ന് എഴുതി അവസാനിപ്പിക്കുക. ഇതാണ് ഉപസംഹാരം. മാതൃകയായി കൊടുത്തിരിക്കുന്നത് അടിസ്ഥാന പാഠാവലിയിലെ ചിത്രകാരി എന്ന പാഠഭാഗത്തിൽ നമുക്ക് ഏവർക്കും പരിചിതയായ ഫിസ എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. ഓള് നന്നായി വരയ്ക്കും, പിന്നെ കുറച്ച് എഴുത്തും വായനയും. അവളുടെ ഉപ്പ പറഞ്ഞു, ഞാൻ പണിയൊക്കെ തീർത്തിട്ടോ ഉമ്മ. സൂചനകളും കഥയിലെ മറ്റ് സന്ദർഭങ്ങളും വിലയിരുത്തി ഫിസ എന്ന കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പോൾ ഹെഡിങ് കൊടുക്കേണ്ടതുണ്ട്. ഫിസ എങ്ങനെയാണ്? ഫിസ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ പോരാടുന്ന ഒരു പെൺകുട്ടി. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു രൂപരേഖ നമ്മുടെ മനസ്സിൽ തെളിയും. ആമുഖം, ഒരു പെൺകുട്ടിയുടെ സർഗാത്മകമായ കഴിവുകളും അവൾ ജീവിക്കുന്ന സാഹചര്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ മനോഹരമായി ആവിഷ്കരിക്കുന്ന കഥയാണ് ഷാഹിന ഇക്കയുടെ ചിത്രകാരി എന്ന കഥ. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ഫിസ ഓരോ സാധാരണ ഗ്രാമീണ പെൺകുട്ടിയുടെയും പ്രതിനിധിയാണ്. സർഗശേഷിയുള്ള പ്രതിഭ, ഓള് നന്നായി വരയ്ക്കും, പിന്നെ കുറച്ച് എഴുത്തും വായനയും എന്ന ഉപ്പയുടെ വാക്കുകൾ ഫിസയിലെ കലാകാരിയെയാണ് അടയാളപ്പെടുത്തുന്നത്. അവൾക്ക് ചുറ്റുമുള്ള ലോകത്തെ നിറങ്ങളിലൂടെയും വരകളിലൂടെയും കാണാൻ പ്രത്യേകം കഴിവുണ്ട്. അവളുടെ വരകൾ കേവലം നേരം പോക്കല്ല, മറിച്ച് ലോകത്തെ നോക്കിക്കാണുന്നവളുടെ ജീവിത രീതിയാണ്. ഇനി ഉത്തരവാദിത്തമുള്ള മകൾ, കലാകാരി എന്നതിലുപരി തൻ്റെ വീട്ടുജോലികളിൽ ശ്രദ്ധാലുവായ ഒരു പെൺകുട്ടിയാണ് ഫിസ. ഞാൻ പണിയൊക്കെ തീർത്തിട്ട ഉമ്മ എന്ന് പറയുമ്പോൾ തൻ്റെ ഇഷ്ടങ്ങൾക്ക് മുമ്പ് അവൾ വീട്ടിലെ പ്രാരാബ്ധങ്ങൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും മുൻഗണന നൽകുന്നതായി കാണാം. വീട്ടുജോലികൾക്കിടയിൽ വീണുകിട്ടുന്ന ചെറിയ ഇടവേളകളിലാണ് അവൾ തൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്നത്. ഇനി അടിച്ചമർത്തപ്പെടുന്ന സ്വപ്നങ്ങൾ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഫിസ അനുഭവിക്കുന്ന പരിമിതികൾ കഥയിൽ വ്യക്തമാണ്. അവളുടെ വരയ്ക്കും എഴുത്തിനൊന്നും വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കുന്നില്ല. എങ്കിലും സാഹചര്യങ്ങളോട് പൊരുതിക്കൊണ്ട് അവൾ തൻ്റെ സർഗശക്തി നിലനിർത്താൻ ശ്രമിക്കുന്നു. അടുക്കളയിലെ പുകയ്ക്കും ജോലിക്കും ഇടയിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ചിത്രശലഭത്തെ പോലെയാണ് ഫിസ. ഇനി ഉൾക്കരുത്തുള്ളൊരു വ്യക്തിത്വമാണ് നമുക്ക് ഫിസയിൽ ദർശിക്കാൻ പറ്റുന്നത്. പുറമേ ശാന്തയാണെങ്കിലും ഫിസയുടെ ഉള്ളിൽ വലിയൊരു ചിന്താലോകവുമുണ്ട്. അവളുടെ വായനയും എഴുത്തും അവൾക്കൊരു പുതിയ ലോകം തുറന്നു നൽകുന്നു. സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും അവൾ തൻ്റെ സർഗവാസന ഉപേക്ഷിക്കുന്നില്ല എന്നത് അവളുടെ ഉൾക്കരുത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള എത്രയോ പെൺകുട്ടികളുടെ പ്രതീകമാണ് ഫിസ. അടുക്കള പണികൾക്കിടയിൽ ഒടുങ്ങിപ്പോകേണ്ടവരല്ല തങ്ങളെന്നും തങ്ങൾക്കും ചിറകുമുളപ്പിക്കാൻ ആകാശമുണ്ടെന്നും ഫിസ എന്ന കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സർഗാത്മകതയും കഠിനാധ്വാനവും ഒത്തുചേർന്ന ഒരു വ്യക്തിത്വമാണ് അവളുടേത്. അപ്പോൾ ഫിസ എന്ന കഥാകാരിയെ നമ്മൾ അടുത്ത് കണ്ടല്ലോ, പരിചയപ്പെട്ടല്ലോ.
ഇനിയും ഒട്ടനേകം കഥാപാത്രങ്ങളാണ് നിങ്ങളുടെ കേരള പാഠാവലിയിലും അടിസ്ഥാന പാഠാവലിയിലും ഉള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ആ കഥാപാത്രത്തെയൊക്കെ വേണ്ട പോലെ പരിചയപ്പെടണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.